അടിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയി മരിക്കുകയാണ്. അത് ഒരാൾക്കെന്നല്ല പല പ്രാവശ്യം ദിവസത്തിൽ 1-2 തവണ ആക്സിഡന്റ് നടക്കാറുണ്ട്. അപ്പൊ ഇത് അധികാരപ്പെട്ട ആളുകളെ കണ്ണിലേക്ക് അല്ലെങ്കിൽ അവരെ ചെവിയിലേക്ക് അവരെ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ടുള്ള വാക്കാണ് ഇത് പറയുന്നത്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആനക്കട്ടി റോഡിൽ പഴയ ചെക്ക് പോസ്റ്റിന് സമീപം നാലുംകൂടിയ കവലയിൽ അപകടങ്ങൾ ഉണ്ടാകാത്ത ഒരു ദിവസം പോലുമില്ല. പല ഭാഗങ്ങളിൽ നിന്നായി വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട ഷൊർണൂർ വരെ പോയി ബന്ധപ്പെട്ട അധികാരികളെ കണ്ട് വിഷയം അവതരിപ്പിച്ചുവെങ്കിലും ഒരാളും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കൌൺസിലർ കുളമ്പൻ ജലീൽ. റോഡിന് നടുവിൽ സർക്കിൾ സ്ഥാപിക്കേണ്ടതാണ്. തൽക്കാലം ഡിവൈഡറെങ്കിലും സ്ഥാപിച്ചിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്നും ഗതാഗത നിയന്ത്രണത്തിനായി ഒരു പോലീസുകാരനെങ്കിലും വിട്ടുകിട്ടിയാൽ നന്നായിരുന്നുവെന്നും കൌൺസിലർ പറഞ്ഞു. ആർക്കും ഒരു ഉത്തരവാദിത്തവുമില്ല. രാവിലെയും വൈകിട്ടും നല്ല തിരക്കാണ്. റോഡിലെ വളവും അപകടത്തിന് കാരണമാകുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. ഇത് ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും തെങ്കര പഞ്ചായത്തിലും പെട്ട സ്ഥലമാണിത്. പക്ഷെ ഇതിന് ഈ മണ്ണാർക്കാട് ചെക്ക് പോസ്റ്റിന്റെ അവിടെ ഇന്ന് വരെ ഒരു ഡിവൈഡോ അല്ലെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ഇന്ന് വരെ ഏത് PWD റോഡായ ആണായാലും അല്ല മറ്റുള്ള വകുപ്പുപ്പെട്ട റോഡാണെങ്കിലും ഇന്ന് വരെ ഒരു ഡിവൈഡോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇന്ന് വരെ ഇത് വെച്ചില്ല. ഇന്ന് രാവിലെ ആക്സിഡന്റ് എന്തായി പറയുന്നത് അല്ലേ? ഇന്ന് രാവിലെ ഇവരെ കണ്ണിന്റെ മുമ്പിൽ കണ്ടാണ് ഇന്ന് രാവിലെ ആക്സിഡന്റ് ആയത്. ഇത് ദിവസം ഉള്ളതാണ്. ഇതിനു വേണ്ടി ഞാൻ ഷൊർണൂർ വരെ പോയതാ. അന്ന് ഇതിനു വേണ്ടി ഷൊർണൂർ വരെ പോയിട്ട് അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ വന്ന് നോക്കാന്ന് പറഞ്ഞ. അപ്പൊ ഇതിന് അധികാരപ്പെട്ട ആളുകള് ഒന്നല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് വന്ന് കണ്ട് ഒരു ഡിവൈഡ് വെക്കാൻ പറ്റുന്ന മാതിരി ചെയ്യണം. കാരണം ഒന്നാമത്തത് സ്കൂള്, ഇവിടെ പള്ളി, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ജംഗ്ഷനാണ്. അപ്പൊ ഇത് അധികാരപ്പെട്ട ആളുകളെ കണ്ണിലേക്ക് അല്ലെങ്കിൽ അവരെ ചെവിയിലേക്ക് അവരെ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ടുള്ള വാക്കാണ് ഇത് പറയുന്നത്. അപ്പൊ ഇന്ന് രാവിലെ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളാണ്, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നെ വിളിച്ച് വിവരം അറിയിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ വരാൻ കാരണം. ഇവര് വിളിച്ചോണ്ട് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ ഞാൻ പറയണത് എന്താ വിചാരിച്ചു കഴിഞ്ഞാല്, ഒന്നല്ലെങ്കിൽ ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽ വരിക, അല്ലെങ്കിൽ RTO, അല്ലെങ്കിൽ ഈ പറഞ്ഞ PWD അല്ലെങ്കിൽ മറ്റുള്ള അധികാരപ്പെട്ട ആളുകളെ ശ്രദ്ധയിൽ വന്നിട്ട് ഇതിന് വേണ്ട എത്രയും പെട്ടെന്നുള്ള നടപടി എടുക്കണം എന്നാ പറയണത്. അതുപോലെ ഇപ്പൊ ഞാൻ ചോദിക്കാണ്, ഇപ്പൊ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രൈവർമാരാണല്ലോ ഇപ്പൊ കാര്യമായിട്ട് ഇപ്പൊ മറ്റുള്ള ആളുകൾ ആക്സിഡന്റ് ആണ്ട് ഇല്ലാന്നല്ല പറയണേ. പക്ഷെ ഈ തൊഴിലാളികളെ നെഞ്ഞത്ത് കയറിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ നെഞ്ഞത്ത് കയറിയിട്ടോ ഒരു കാര്യമില്ല. 3 ചക്രം 4 ചക്രം 2 ചക്രമുള്ള വണ്ടിയാണ് ഇതിനെ പോണത്. ഈ വണ്ടി ജംഗ്ഷനിൽ മെല്ലെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിവൈഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പോ, അല്ലെങ്കിൽ പോവുകയാണ്, അടിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയി മരിക്കുകയാണ്. ഇതാർക്ക് പോയി? ഇതാർക്കെങ്കിലും അവര് ഈ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് പോയി എന്നല്ലാതെ മറ്റുള്ളവർ ആളുകൾക്ക് ഇവരെ പോലെയുള്ള ആളുകൾ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പോൾ അധികാരപ്പെട്ട ആളുകൾ ഇതിന് എത്രയും പെട്ടെന്ന് അതിൻ്റെ ശ്രദ്ധയിൽ വരണം, ഇതിന് വേണ്ട നടപടി എടുക്കണം എന്നാണ് പറയാനുള്ളത്. അപകടത്തിൽപ്പെടുന്നവരെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുവാനേ സമയമുള്ളൂ എന്ന് ഓട്ടോ തൊഴിലാളികൾ. ഓരോ ദിവസവും അപകടം കൂടുകയല്ലാതെ കുറയുന്നില്ലെന്നും കൌൺസിലറോട് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിഷയത്തിൽ ഇടപെട്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ഓട്ടോ തൊഴിലാളികൾ. ഇവിടെ ദിവസേന ആക്സിഡന്റ് നടക്കേണ്ട, അതിന്റെ പേരിലാണ് ഞങ്ങൾ കൌൺസിലർ ജലീലിനെ വിളിച്ചിട്ട് വിവരങ്ങൾ പറഞ്ഞു. മൂപ്പർ ഇവിടെ വന്നു. അത് ഒരാൾക്കെന്നല്ല പല പ്രാവശ്യം ദിവസത്തിൽ 1-2 തവണ ആക്സിഡന്റ് നടക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് അതിന് കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനത്തിന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ കൗൺസിലറോട് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് എന്താ വെച്ചാൽ അതിൻ്റെ വഴികൾ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡർ വെക്കണം 2 സൈഡിലും. റോഡ് അപകടം കൂടുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് യൂട്ടേൺ എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ യാതൊരു രക്ഷയില്ല. അതിന് പരിഹാരം ഉണ്ടാക്കും. അരയങ്ങോട് തെങ്കര വടക്കുമണ്ണം നെല്ലിപ്പുഴ റോഡുകൾ കൂടിച്ചേരുന്ന ഭാഗത്താണ് അപകടങ്ങൾ പതിവാകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി മണ്ണാർക്കാടിന്റെ മണ്ണിൽ മറൈൻ മിറാക്കിൾ ആൻഡ് റോബോട്ടിക് ഷോസ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ അവധിക്കാലം ആർത്തുലസിക്കാൻ വിസ്മയ കാഴ്ചകളുമായി ഇതാ മറൈൻ മിറാക്കിൾ ആൻഡ് റോബോട്ടിക് എക്സ്പോ. മാർച്ച് 18 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി ഇതാ മണ്ണാർക്കാടിന്റെ മണ്ണിൽ. ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂ, മറൈൻ ആൻഡ് റോബോട്ടിക് ഷോസ്, കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന ഗ്ലാസ് തുരങ്കം, ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പീൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം. ലോകത്തിലെ തന്നെ 20,000-ലധികം വ്യത്യസ്ത ഇനം മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത. വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്,
കൺസ്യൂമർ സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, ട്രേഡ് ഫെയർ തുടങ്ങി മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുലസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ, സ്റ്റേജ് ഷോകൾ മാർച്ച് 18 മുതൽ ഏപ്രിൽ 26 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മണ്ണാർക്കാട് ഫെസ്റ്റ്, മുബാസ് ഗ്രൗണ്ട്, മണ്ണാർക്കാട്.